2020 ലോകകപ്പിന്റെ സൂപ്പർ 8 മത്സരങ്ങൾ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി സെമി ഫൈനലിസ്റ്റുകൾ ആരൊക്കെയെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഓരോ കായിക പ്രേമികളും ഉള്ളത്. പ്രധാനമായും പാകിസ്ഥാന്റെ സെമി പ്രവേശനത്തിന് എന്തൊക്കെ സാധ്യതകളാണ് ഇനി ഉള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ ഇംഗ്ലണ്ട് തോൽപ്പിക്കുകയും അതിനുശേഷം നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ തോൽപ്പിക്കുകയും ചെയ്താൽ ഇരു ടീമുകൾക്കും 3 പോയിന്റ് വീതമാകും ലഭിക്കുക. തുടർന്ന് നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാകും പാകിസ്ഥാന് സെമിയിലെത്താൻ കഴിയുമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതേസമയം നെറ്റ് റൺ റേറ്റിൽ പാകിസ്ഥാന് മുന്നിലാകാൻ ചില വഴികളുണ്ട്. ഉദാഹരണത്തിന് ആദ്യ ഇന്നിംഗ്സിൽ ഏകദേശം 170 റൺസാണ് പാകിസ്ഥാനും ഇംഗ്ലണ്ടും സ്കോർ ചെയ്യുന്നത് എന്ന് കരുതുക. ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ 50 റൺസിന് തോൽപ്പിക്കുകയും പാകിസ്ഥാൻ ശ്രീലങ്കയെ ഏകദേശം 20 റൺസിന് തോൽപ്പിക്കുകയും ചെയ്താൽ റൺ റേറ്റിൽ വലിയ വ്യത്യാസം വരും. ഇതോടെ പാകിസ്ഥാന് സെമിയിലേക്ക് പ്രവേശിക്കാം. ഇനി 170 റൺസ് എന്ന ലക്ഷ്യം പാകിസ്ഥാൻ പിന്തുടരുകയാണെങ്കിൽ സംഗതി കൂടുതൽ കടുപ്പമാകും. ഏകദേശം 17.5 ഓവറിനുള്ളിൽ പാകിസ്ഥാന് വിജയലക്ഷ്യം കണ്ടെത്തിയാൽ മാത്രമേ ന്യൂസിലൻഡിന്റെ നെറ്റ് റൺ റേറ്റ് മറികടക്കാൻ സാധിക്കൂ. ഇനി ന്യൂസിലൻഡ് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചാൽ ശ്രീലങ്കയ്ക്കെതിരായ മത്സരം കളിക്കും മുമ്പ് തന്നെ പാകിസ്ഥാൻ സെമി പോരാട്ടത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. ന്യൂസിലൻഡ് ഇംഗ്ലണ്ട് മത്സരം മഴ മൂലം റദ്ദാക്കിയാൽ പോലും പാകിസ്ഥാൻ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാലും സെമി പ്രവേശനം നേടാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നാളത്തെ 2 മത്സരങ്ങളും പാകിസ്ഥാനെ സംബന്ധിച്ച് സെമി പ്രവേശനത്തിന് വളരെയധികം നിർണായകമായ മത്സരങ്ങളാണ്.